മാസം 18-ന് സൗദി കിരീടാവകാശിയുടെ US സന്ദർശനത്തിന് തുടക്കമാവുകയാണ്. സന്ദർശന പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം ചർച്ചയായത് ഇസ്രായേലുമായി സൗദി അറേബ്യയുടെ ബന്ധത്തിനുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ടാകുമോ എന്നുള്ളതാണ്. അതിലിപ്പോൾ നിലപാട് നയതന്ത്ര ചാനൽ വഴി വ്യക്തമാക്കുകയാണ് സൗദി അറേബ്യ. അത് എന്തെല്ലാമാണെന്നതാണ് പരിശോധിക്കുന്നത്. My fervent hope, wish, and even my dream that Saudi Arabia, a place I have such respect for, especially over the last fairly short period of time, what you've been able to do, but we'll soon be joining the Abraham Accords. I think it'll be a tremendous tribute to your country, but it will be a special day in the Middle East with the whole world watching when Saudi Arabia joins us, and you'll be greatly honoring me, and you'll be greatly honoring all of those people that have fought so hard for the Middle East, and I really think it's going to be something special, but you'll do it in your own time, and that's what I want, and that's what you want, and that's the way it's going to be. When I left office, the only thing still standing between this region and its unbelievable potential. 2025 മെയ് മാസത്തിൽ ട്രംപ് പറഞ്ഞ വാക്കുകളാണിത്. സൗദി കിരീടാവകാശി ഈ മാസം 18-ന് US സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വിവിധ റിപ്പോർട്ടുകൾ ഇസ്രായേൽ ബന്ധത്തിനുള്ള സാധ്യത സംബന്ധിച്ച് പുറത്തുവരുന്നുണ്ട്. അതിൽ സൗദിയുടെ നിലപാടാണിപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ ഇസ്രായേലുമായി ബന്ധം സാധാരണമാക്കുമെന്നാണ് പലരുടെയും പ്രതീക്ഷ. ഈ മാസം 18-ന് വൈറ്റ് ഹൌസിലെത്തുന്ന സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇക്കാര്യം ഉടൻ സമ്മതിക്കാൻ സാധ്യതയില്ല. സൗദി അതിൽ പല ഉപാധികളും വെച്ചതായാണ് വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. ഇസ്രായേലും സൗദിയും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന ശത്രുത അവസാനിപ്പിച്ച് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയവും സുരക്ഷാസ്ഥിതിയും മാറ്റിമറിക്കുമെന്നാണ് US കണക്കുകൂട്ടൽ. ഒപ്പം പശ്ചിമേഷ്യയിൽ ഇറാൻ അച്ചുതണ്ടിനെതിരായ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. സൗദി ഇസ്രായേൽ ബന്ധം സംബന്ധിച്ച് ട്രംപ് കഴിഞ്ഞ മാസവും ഇത് ആവർത്തിച്ചു. 2020-ലെ അബ്രഹാം അക്കോർഡുകളിൽ ചേർന്ന മറ്റ് മുസ്ലിം രാജ്യങ്ങളെപ്പോലെ സൗദി അറേബ്യയും വേഗം ചേരുമെന്ന്. ഇതിന് പിന്നാലെ നയതന്ത്ര ചാനൽ വഴി സൗദി അവരുടെ നിലപാട് ആവർത്തിച്ചു കഴിഞ്ഞു. വ്യക്തമാക്കിയ നിലപാട് ഇതാണ്: ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമാകാം, പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങണം. നവംബർ 18-ന് നടക്കുന്ന വൈറ്റ് ഹൌസ് ചർച്ചകളിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനും സൗദിയുടെയും US-ന്റെയും നിലപാടുകൾ ഒരുമിച്ച് നിർത്താനുമാണ് ഈ നിലപാട് വ്യക്തമാക്കലെന്നും സൗദി അറിയിച്ചു. ഗൾഫ് മേഖലയിലെ 2 നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇക്കാര്യം റോയിട്ടേഴ്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൗദി കിരീടാവകാശി സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള കൃത്യമായ വഴിയില്ലാതെ ഉടൻ ഇസ്രായേലുമായി ഔപചാരിക ബന്ധം ഉണ്ടാക്കില്ലെന്ന് മുൻ US നാഷണൽ ഇന്റലിജൻസ് ഓഫീസർ ജൊനാഥൻ പാനിക്കോഫും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. ട്രംപിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള കൂടുതൽ വ്യക്തമായ പിന്തുണ കിരീടാവകാശി തേടുമെന്നും പാനിക്കോഫ് പറയുന്നുണ്ട്. സൗദി അറേബ്യ അബ്രഹാം അക്കോർഡിൽ ചേർന്നാൽ മറ്റു അറബ് രാഷ്ട്രങ്ങളും ചേരും. ഇതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. അത് നവംബർ ആദ്യ വാരത്തിലും ട്രംപ് ആവർത്തിച്ചിരുന്നു. UAE, ബഹ്റൈൻ, മൊറോക്കോ, ഈജിപ്ത്,
സുഡാൻ എന്നിങ്ങനെ മറ്റുള്ളവർ ഒപ്പിട്ട പോലെ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ സൗദിക്ക് സാധിക്കില്ല. ഇസ്ലാമിന്റെ ജന്മസ്ഥലവും മക്കയും മദീനയും സംരക്ഷിക്കുന്ന രാജ്യവുമാണ് സൗദി അറേബ്യ. അവർ ഇസ്രായേലിനെ അംഗീകരിക്കുമ്പോൾ പ്രദേശത്തെ ഏറ്റവും സങ്കീർണമായ വിഷയം പരിഹരിക്കാനുള്ള വഴി കൂടി കാണേണ്ടി വരും. അല്ലാത്തിടത്തോളം അത് ദേശീയ സുരക്ഷാ വിഷയമായി തുടരുമെന്നും US ഗൾഫ് മേഖലയിലെ നയതന്ത്രജ്ഞർ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടി അറബ് ഭരണകൂടങ്ങൾക്കപ്പുറം അറബ് ജനതയ്ക്ക് ഇസ്രായേലിനോടുണ്ടാക്കിയ അമർഷം ചെറുതല്ല. മാത്രവുമല്ല, എപ്പോഴും റദ്ദായി പോയേക്കാവുന്ന വെടിനിർത്തൽ കരാറാണ് നിലവിലുള്ളത്. ഈ പശ്ചാത്തലത്തിൽ സൗദി ചില നിർദ്ദേശങ്ങൾ US-ന് നയതന്ത്ര ചാനൽ വഴി അറിയിച്ചിട്ടുണ്ട്. സൗദി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥ മനാൽ റദ്വാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്: 1. ഗസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങണം. 2. അന്താരാഷ്ട്ര സംരക്ഷണ സേനയെ താൽക്കാലികമായി വിന്യസിക്കണം. 3. ഫലസ്തീൻ അതോറിറ്റിയെ ഗസയിൽ തിരിച്ചെത്തിക്കണം. 4. ഇതുവഴി ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനും പ്രാദേശിക ഏകോപനത്തിനും ദുരാഷ്ട്ര പരിഹാരത്തിനും വഴിയുണ്ടാക്കണം. ഫലസ്തീൻ വിഷയത്തിൽ ചാഞ്ചാട്ടത്തിന് സൗദിക്ക് സാധ്യമാകില്ല. ഗസ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പോലും US-നോട് സൗദി വെക്കുന്ന പ്രധാന ഉപാധി ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തെ എതിർക്കുന്നതിനാൽ ട്രംപിന്റെ സൗദി ഇസ്രായേൽ ബന്ധമെന്ന സ്വപ്നം ഈ മീറ്റിംഗിൽ നടക്കാനിടയില്ലെന്ന് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. വാഷിംഗ്ടണോ ഇസ്രായേലോ ഇതുവരെ തയ്യാറാകാത്ത വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് നേരത്തെ തന്നെ സൗദി ഉദ്യോഗസ്ഥർ നയതന്ത്ര വഴിയിലൂടെ ഇസ്രായേലുമായുള്ള ബന്ധത്തിന് ഉപാധിയായി അറിയിച്ചിട്ടുണ്ട്. ഈ തർക്കത്തിൽ സൗദിക്ക് നഷ്ടമാകുന്ന ചിലതുണ്ട്. അത് US-ഉമായുള്ള വിശാലമായ സുരക്ഷാ പ്രതിരോധ ആയുധ കരാറുകളാണ്. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ US കോൺഗ്രസ് അനുമതിയോടെ അത് സൗദിക്ക് ലഭ്യമാകൂ. F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പാക്കേജ്. പക്ഷേ ഫലസ്തീൻ രാഷ്ട്ര വിഷയത്തിൽ നെതന്യാഹുവും സൗദിയും വിട്ടുവീഴ്ചക്കില്ലാത്ത സാഹചര്യത്തിൽ ഒരു സുഹൃത്തെന്ന നിലക്ക് സൗദിക്ക് എന്ത് നൽകുമെന്നതാണ് ട്രംപിന്റെ മുമ്പിലുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം ട്രംപിനുണ്ട്. F-35 യുദ്ധവിമാനങ്ങൾ സൗദിക്ക് നൽകുന്നത് പരിഗണിക്കുന്നുവെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. കിരീടാവകാശിയുടെ സന്ദർശനം ഒരു സുഹൃത്തിന്റെ സന്ദർശനമാണ്. US അവരെ ആദരിക്കണമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ ട്രംപ് ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഏക മാർഗം മുമ്പെന്ന പോലെ എക്സിക്യൂട്ടീവ് ഓർഡർ ആയിരിക്കും. അതിലൂടെ US കോൺഗ്രസിനെ മറികടന്ന് സൗദിക്ക് ആയുധം നൽകാൻ ട്രംപിന് സാധിച്ചേക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ട്രംപിന് ശേഷം വരുന്ന ഒരു ഭരണാധികാരിക്ക് ഈ കരാർ റദ്ദാക്കാൻ സാധിക്കും. അതിനാൽ കരാറുകൾ വരുന്ന ഭരണകൂടങ്ങൾക്കും തുടരാനാകും വിധം പൂർണ്ണ കരാറാക്കാൻ സാധിക്കുന്ന വകുപ്പുകൾ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉണ്ടാകണമെന്നതാണ് സൗദിയുടെ ആവശ്യം. ഇസ്രായേലിന്റെ വംശഹത്യയോടെ തകിടം മറിഞ്ഞത് സൗദിയുമായുള്ള സഹകരണത്തിനുള്ള പെട്ടെന്നുള്ള സാധ്യതയാണ്. നിലവിൽ ആ ബന്ധത്തിലേക്ക് പോകാൻ ഫലസ്തീൻ രാഷ്ട്രം, ദുരാഷ്ട്ര ഫോർമുല, സൗദിക്കുള്ള ആയുധ കരാർ എന്നിങ്ങനെ സങ്കീർണമായ കെട്ടുപിണഞ്ഞു കിടക്കലുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിലെ സംഭവങ്ങൾ കാരണം സൗദി അമേരിക്കൻ ചർച്ചകൾക്ക് അടിസ്ഥാന മാറ്റം വന്നുവെന്ന് സൗദി ആസ്ഥാനമായ ഗൾഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അബ്ദുൽ അസീസ് സാഗർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ബന്ധത്തിന് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന ഉപാധി മാത്രമേ ഇനി സൗദിക്ക് മുന്നിലുള്ളൂ. മറ്റുള്ള ഏത് വഴികളും ദേശ സുരക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് വൈകാതെ ഫലസ്തീൻ രാഷ്ട്ര ചർച്ച സൗദി US നേതൃത്വത്തിൽ നടക്കാൻ വഴിയൊരുക്കുമെന്നും വിശകലനങ്ങളിൽ പറയുന്നുണ്ട്. നേരത്തെ ഇറാനിൽ നിന്നുള്ള ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് സൗദിക്ക് US ആയുധം നൽകാനിരുന്നത്. പക്ഷേ ഇറാൻ, ലെബനോൻ, യമൻ എന്നിവയുടെ ഭീഷണി നിലവിൽ ഈ മേഖലയിൽ സൗദിക്കില്ല. മാത്രവുമല്ല, അവരുമായി സൗഹൃദത്തിനാണ് സൗദി ആഗ്രഹിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ എന്തിന് സൗദിക്ക് ആയുധം നൽകണമെന്ന ചോദ്യം US കോൺഗ്രസിനുണ്ടാകും. അത് മറികടക്കാൻ ട്രംപ് ഒരുക്കുന്ന വഴിയായിരിക്കും ഈ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട കാഴ്ച. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ സൗദി US ബിസിനസ് ഉച്ചകോടിയും പ്രതിരോധ ചർച്ചകളും വഴി ചിലതെല്ലാം US-ൽ നിന്നും നിർബന്ധിച്ചു വാങ്ങാൻ
ട്രംപിന് മേൽ സൗദി സമ്മർദ്ദം ചെലുത്തും. 2025 മെയ്യിലെ ട്രംപിന്റെ റിയാദ് സന്ദർശനത്തിൽ ഒപ്പിട്ട 142 ബില്യൺ കരാർ US ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സഹകരണ ഉടമ്പടിയാണ്. F-35 ഫൈറ്റർ ജെറ്റുകളുടെ വിൽപ്പന സജീവ ചർച്ചയായി നിൽക്കുകയും ചെയ്യുന്നു. സൗദിക്ക് ഇവ നൽകിയാൽ അവർ വഴി അതിന്റെ സാങ്കേതിക വിദ്യ ചൈനയ്ക്ക് ലഭിച്ചേക്കുമെന്ന പെന്റഗൺ ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളാനാണ് സാധ്യത. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് $110 ബില്യൺ പാക്കേജാണ് സൗദി അറേബ്യക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് സൗദിയുടെ 2024 പ്രതിരോധ ബജറ്റിന്റെ ഇരട്ടി വലിപ്പമുള്ളതായിരുന്നു. പക്ഷെ ഇതുവരെ ഇതിന്റെ 20% മാത്രമാണ് സൗദിക്ക് ലഭിച്ചത്. അതിനാൽ എല്ലാം ചേർത്തൊരു മികച്ച നേട്ടം സൗദിക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴി തുറക്കുന്നതാകും സന്ദർശനമെന്നാണ് അറബ് നിരീക്ഷകരുടെ പ്രതീക്ഷ.